നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഒടുവിൽ ട്രംപ് അയയുന്നു. ഇന്ത്യ ചൈനയുടെ പക്ഷത്തെന്ന നിലപാട് മയപ്പെടുത്തി ട്രംപ്. ഇന്ത്യയുമായുള്ളത് പ്രത്യേക ബന്ധമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ട്രംപിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്ത മോദി. UN വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കില്ല. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധം തുടർന്ന് കോൺഗ്രസ്. സുജിത്തിനെ മർദ്ദിച്ച ശശിധരന്റെ വീട്ടിലേക്ക് മാർച്ച്. മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് DGP. ഹിമാചൽ പ്രദേശിലെ അഖാര ബസാറിൽ മണ്ണിടിച്ചിൽ, 3 മരണം. കാണാതായ 4 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. നേരിട്ടെത്തി വിലയിരുത്താൻ പ്രധാനമന്ത്രി. കർണാടക ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലിൽ യൂട്യൂബർ മനാഫിനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. പോലീസ് കാവലിൽ തിങ്കളാഴ്ച ഹാജരാകുമെന്ന് മനാഫ്. ജീവന് ഭീഷണിയുണ്ട് എന്ന വാദവുമായി കമ്മീഷണറെ കണ്ടു. പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് സർക്കാർ. നീക്കം അന്വേഷണ സംഘത്തലവൻ MJ സോജനെ വിജിലൻസിലേക്ക് മാറ്റിയതിനു പിന്നാലെ കേസ് അന്വേഷണം കുത്തഴിഞ്ഞ നിലയിലെന്ന് വിമർശനം. ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ അന്വേഷിച്ചാൽ മതിയെന്ന് സർക്കാർ നിർദ്ദേശം. കേരള ക്രിക്കറ്റ് ലീഗിൽ കലാശപ്പോരിന് കൊച്ചിയും കൊല്ലവും. നാളത്തെ ഫൈനലിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. US ഓപ്പണിൽ നൊവാക് ജോക്കോവിച്ചിനെ തകർത്ത കാർലോസ് അൽക്കാരസ് ഫൈനലിൽ ഇറങ്ങുന്നത് 2ാം US ഓപ്പൺ കിരീടം ലക്ഷ്യമിട്ട്. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യയും US തമ്മിൽ പ്രത്യേക ബന്ധമുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ട്രംപ്. അതേസമയം ട്രംപിന്റെ നിലപാടിനെ അഭിനന്ദിക്കുന്നുവെന്നും ഇത്തരം നിലപാടുകൾ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും റഷ്യയും നമുക്ക് നഷ്ടമായെന്നാണ് തോന്നുന്നത്. അവരിപ്പോൾ ഇരുണ്ടതും ദുരൂഹവുമായ ചൈനീസ് പക്ഷത്ത് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ നേരത്തെ പോസ്റ്റിട്ടത്. ആ നിലപാടിനാണ് ഇപ്പോൾ മയം വന്നിരിക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ തനിക്ക് വളരെയധികം നിരാശയുണ്ട്. അത് താൻ അവരെ അറിയിച്ചു എന്നായിരുന്നു ട്രംപിന്റെ പുതിയ പ്രതികരണം. തനിക്ക് നരേന്ദ്രമോദിയുമായി വളരെ നല്ല ബന്ധമുണ്ട്. അദ്ദേഹം മികച്ച നേതാവാണെന്നും ട്രംപ് പറയുന്നു. അതേസമയം റഷ്യൻ എണ്ണ വാങ്ങി ഇന്ത്യ വൻ ലാഭം കൊയ്യുന്നുവെന്ന് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവോരോ വീണ്ടും ആരോപിച്ചു. അതോടൊപ്പം ഇന്ത്യയുടെ തീരുവകൾ അമേരിക്കക്കാരുടെ ജോലി നഷ്ടപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിൽ ട്രംപ് നിരാശനാണെന്ന് വൈറ്റ് ഹൌസ് സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഹാസറ്റും പറഞ്ഞു. റഷ്യൻ എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചത് ഇന്ത്യ ചെയ്ത തെറ്റാണെന്നും 1-2 മാസത്തിനുള്ളിൽ ഇന്ത്യ ചർച്ചയ്ക്കെത്തുമെന്ന് കരുതുന്നതായും US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. UN വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കില്ല. ഈ മാസം 23 മുതൽ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗം നടക്കുന്നത്. മോദിക്ക് പകരം വിദേശകാര്യമന്ത്രി S ജയശങ്കറാകും പങ്കെടുക്കുക. സെപ്റ്റംബർ 26 പ്രധാനമന്ത്രി ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യാമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. വിവിധ തലങ്ങളിൽ ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ടെങ്കിലും അധിക തീരുവ വിഷയത്തിൽ പരിഹാരമുണ്ടാകുന്നതുവരെ അകലം തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്ത്യ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ നിലപാടുകൾ മാറ്റാതെ കൂടുതൽ സഹകരണം വേണ്ട എന്ന നിലയ്ക്കാണ് രാജ്യം മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ തുടർച്ചയാണ് ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം. മോദിക്ക് പകരം വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ ആയിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക. ഈ മാസം 23 മുതൽ 29 വരെയാണ് ജനറൽ അസംബ്ലി നടക്കുന്നത്. ഇതിൽ 26-ാം തീയതി പ്രധാനമന്ത്രി അസംബ്ലിയെ അഭിസംബോധന ചെയ്യുമെന്നുള്ളതായിരുന്നു നേരത്തെയുള്ള ധാരണ. എന്നാൽ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി വിട്ടുനിൽക്കാനുള്ള സാധ്യത ഉടലെടുത്തത്. അമേരിക്കയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതകൾ നിലനിന്നിരുന്നു. അതിനിടെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ് രാജ്യത്തിന്റെ നിലപാട്. സാമ്പത്തികവും വാണിജ്യപരവുമായ കാര്യങ്ങൾ വിലയിരുത്തിയാണ് തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു. അമേരിക്കൻ തീരുവ വർധനവ് മറികടക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നുവെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. റഷ്യ എന്നുള്ളതല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക ഇറക്കുമതി സാധ്യതകൾ കൂടി പരിഗണിച്ചാണ് എവിടെ നിന്ന് എന്തു വാങ്ങുമെന്ന് തീരുമാനിക്കുകയെന്നും ധനമന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവായി യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ തൃശൂരിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് പ്രതിഷേധം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ശശിധരന്റെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് പോലീസ് വീടിന് സമീപം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. നിലവിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ശശിധരൻ ജോലി ചെയ്യുന്നത്. ഒപ്പം കുറ്റാരോപിതനായ നുഹ്മാൻ, സജീവൻ, സന്ദീപ് എന്നിവരും തൃശൂർ സിറ്റി പോലീസിന് കീഴിലെ വിവിധ സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇന്നലെ തൃശൂർ റേഞ്ച് DIG ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് സുജിത്ത് മാധ്യമങ്ങളെ കാണും. തുടർ നടപടികൾ വാർത്താ സമ്മേളനത്തിൽ ചർച്ചയാകും. അതേസമയം ഇന്ന് വൈകിട്ട് 3 മണിക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സുജിത്തിനെ സന്ദർശിക്കും. തൃശൂരിലെ കസ്റ്റഡി മർദ്ദനത്തിൽ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V. മുരളീധരൻ. കേരള പോലീസിനെ രാഷ്ട്രീയ യജമാനന്മാർ നിയന്ത്രിക്കുന്ന കാലത്തോളം ഇത്തരം സംഭവങ്ങൾ തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ശബരിമലയിൽ ആചാരങ്ങൾ തിരുത്താനുള്ളതാണെന്ന മുൻ നിലപാട് തന്നെയാണോ മുഖ്യമന്ത്രി ഇപ്പോഴുമുള്ളതെന്നും V. മുരളീധരൻ ചോദിച്ചു. പിണറായി സർക്കാരിൻ്റെ ആദ്യ സർക്കാരിൽ 11 കസ്റ്റഡി മരണങ്ങളും ഈ സർക്കാരിൽ 7 കസ്റ്റഡി മരണങ്ങളും നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പുതുമയില്ല. കേരളത്തിലെ പോലീസിനെ രാഷ്ട്രീയ യജമാനന്മാർ നിയന്ത്രിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ആചാരങ്ങൾ തിരുത്താനുള്ളതാണ് എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. ആ നിലപാട് തന്നെയാണോ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഉള്ളത്, അതോ ആചാരങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് എന്നുള്ള സമീപനത്തിലേക്ക് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റിയോ? കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ DGP നിയമോപദേശം തേടി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് DGPയുടെ നിലപാട്. DIGയുടെ അച്ചടക്ക നടപടി IGയെ കൊണ്ട് പുനഃപരിശോധിപ്പിക്കാനാണ് തീരുമാനം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് DGP റവാഡ ചന്ദ്രശേഖരന്റെ നിലപാട്. നിലവിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള DIGയുടെ അച്ചടക്ക നടപടി IG പുനഃപരിശോധിക്കും. ഒരിക്കൽ സംഭവത്തിൽ നടപടിയെടുത്തതുകൊണ്ട് തന്നെ വീണ്ടും ഒരു നടപടിക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന കാര്യം പരിശോധിക്കും. കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ പുനഃപരിശോധന സാധ്യമാണോ എന്നതാണ് നിയമോപദേശം. കോടതി അലക്ഷ്യമായില്ലെങ്കിൽ ഉടൻ അച്ചടക്ക നടപടി പുനഃപരിശോധിക്കും. നിലവിൽ 3 പോലീസുകാരുടെ 2 ഇൻക്രിമെന്റാണ് റദ്ദാക്കിയത്. അതേസമയം സംഭവത്തിൽ ഇപ്പോഴും പ്രതിഷേധം ആളിക്കത്തുകയാണ്. കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സമരം കോൺഗ്രസ് നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു. സുജിത്തിന് മർദ്ദനമേറ്റ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ നിർദ്ദേശം. 2023 ഏപ്രിൽ 5-നാണ് കോൺഗ്രസ് പ്രവർത്തകന് കസ്റ്റഡിയിൽ മർദ്ദനം നേരിട്ടത്. 2 വർഷത്തെ നിയമപോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് മർദ്ദന ദൃശ്യങ്ങൾ ലഭിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുന്നംകുളം സംഭവത്തിൽ നടപടിയില്ല എന്ന് സർക്കാർ പറഞ്ഞാൽ ചെയ്യാനുള്ളത് ചെയ്യുമെന്ന് VD സതീശൻ. മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യുവാവിനെ ക്യാമറയില്ലാത്ത സ്ഥലത്തും പോലീസ് ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മുഖ്യമന്ത്രി ഇതുവരെ വാതുറന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കീഴിൽ നടന്ന ഏറ്റവും ഹീനമായ ക്രൂരമായ ഒരു സംഭവമാണ്. മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പോലും ഇട്ടിട്ടില്ല. അദ്ദേഹം ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇതിനെ കുറിച്ച്. അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ അത് പറയാൻ. അദ്ദേഹം പറയട്ടെ, നടപടി എടുക്കില്ല എന്ന് പറയട്ടെ. അപ്പൊ ഞങ്ങള് കാണിച്ചത്, അപ്പൊ ഞങ്ങള് പ്രതികരിച്ചത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഈ വിഷയത്തിൽ നടപടി എടുത്തില്ലെങ്കിൽ ഇന്നലെ കൂടുതൽ വിവരങ്ങൾ കിട്ടി. ഈ കൊച്ചിനെ കൊണ്ടുപോയി ക്യാമറ ഇല്ലാത്ത സ്ഥലത്തും പോയി ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ ഷിംല, കിന്നൌർ മേഖലകളിൽ മണ്ണിടിച്ചിൽ. അഖാര ബസാറിലുണ്ടായ മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചു. കാണാതായ 4 പേർക്കായി തെരച്ചിൽ തുടരുന്നു. കശ്മീർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഉത്തരേന്ത്യയിൽ മഴക്കെടുത്ത് തുടരുന്നു. 500-ലധികം ആളുകൾക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. സാഹചര്യം മനസ്സിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ബാധിത സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. മഴയ്ക്ക് കുറവുണ്ടെങ്കിലും ജമ്മു കശ്മീരിലും ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും ജാഗ്രത തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ മഴക്കെടുതിയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായത്. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ മാത്രമായി 500-ലധികം ജീവനുകളാണ് പൊലിഞ്ഞത്. ഹിമാചൽ പ്രദേശിൽ മാത്രം 355 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. 45 പേരെ ഇപ്പോഴും കണ്ടെത്താനുണ്ട്. 3787 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തുണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 79 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഉത്തരാഖണ്ഡിൽ 90ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 5700 കോടി രൂപയുടെ സാമ്പത്തിക സഹായം ഉത്തരാഖണ്ഡ് സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
43 ജീവനുകൾ നഷ്ടമായ പഞ്ചാബിൽ 1900 ഗ്രാമങ്ങളെയാണ് മഴക്കെടുതി ബാധിച്ചത്. 1,71,000 ഹെക്ടർ കൃഷിഭൂമി നശിച്ചുവെന്നാണ് സർക്കാർ കണക്ക്. പഞ്ചാബ് സന്ദർശിച്ച കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സംഘം കൂടി നടത്തുന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. കശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ റോഡ് ഗതാഗതം ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. ഡൽഹിയിൽ യമുന നദിയിലെ ജലനിരപ്പ് ഉയർന്നു തന്നെ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഡൽഹി, ഫരീദാബാദ് തുടങ്ങിയ മേഖലകളിൽ ജാഗ്രത തുടരുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ധർമ്മസ്ഥല കേസിൽ യൂട്യൂബറായ കോഴിക്കോട് സ്വദേശി മനാഫിനെ SIT ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച SITക്ക് മുൻപിൽ ഹാജരാകുമെന്നും യൂട്യൂബ് ചാനലിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി മനാഫ് പറഞ്ഞു. പോലീസ് സംരക്ഷണയിലാകും ധർമ്മസ്ഥലയ്ക്ക് പോകുക എന്നും മനാഫ് പറഞ്ഞു. സെപ്റ്റംബർ 5-ന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണമെന്ന് കാണിച്ച് യൂട്യൂബറായ മനാഫിന് ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്ന SIT നോട്ടീസ് അയച്ചിരുന്നു. 8-ാം തീയതി തിങ്കളാഴ്ച ഹാജരാകാമെന്ന് SITയിൽ നിന്ന് മനാഫ് സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് മനാഫ് പോലീസ് സംരക്ഷണം തേടിയിട്ടുണ്ട്. പോലീസ് സംരക്ഷണത്തിന്റെ കാര്യത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായി മനാഫ് പറഞ്ഞു. ഈ വിഷയം ഞങ്ങളാണ് ഈ സമൂഹത്തിൽ ഇപ്പോൾ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്കാക്കിയത്. അതുകൊണ്ട് അതിൻ്റെതായ ഭീഷണികളും മറ്റുള്ള പ്രയാസങ്ങളും ഉണ്ട്. അതുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉപദേശമാണ് ഇത് പോലീസ് സംരക്ഷണത്തോടു കൂടി പോയാൽ മതി എന്നുള്ളത്. ഇതിനിടെ മതസ്പർദ്ധയുണ്ടാക്കിയെന്ന് കാണിച്ച് മനാഫിനെതിരെ കർണാടകയിലെ ഉടുപ്പി പോലീസ് കേസെടുത്തു. യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞ കാര്യങ്ങൾ താൻ ഉറച്ചു നിൽക്കും. ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ കെട്ടുകഥയല്ലെന്നും SITയിൽ വിശ്വാസമുണ്ടെന്നും മനാഫ് പറഞ്ഞു. അമൃത ന്യൂസ്, കോഴിക്കോട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച സംസ്ഥാനത്ത് ഒരു മരണം കൂടി. വയനാട് ബത്തേരി സ്വദേശി രതീഷാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ ഒരു മാസത്തിനിടെ 4 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. 11 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ആരുടെയും നില അതീവ ഗുരുതരമല്ല എന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്കേറ്റു. കാട്ടിക്കുളം മണ്ണുണ്ടി ഉന്നതിയിലെ ചിന്നനാണ് പരിക്കേറ്റത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. വീട്ടുമുറ്റത്തെത്തിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ചിന്നനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ബേഗൂർ റേഞ്ചിലെ വനപാലകർ സ്ഥലത്തെത്തിയാണ് ആനയെ വനത്തിലേക്ക് തുരത്തിയത്. വാരിയെല്ലും ഷോൾഡർ എല്ലും പൊട്ടിയതിനെ തുടർന്ന് ചിന്നനെ മാനന്തവാടി മെഡിക്കൽ കോളേജിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഇന്ന് പവന് 640 രൂപയാണ് കൂടിയത്. ഇതോടെ ഗ്രാമിന് വില 10,000-ന് അടുത്തെത്തി. പവന് 79,000 രൂപ കടന്നു. ഇന്നലെ 560 രൂപ ഉയർന്നിരുന്നു. ഇന്ന് ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 79,560 രൂപയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയർന്നതും ഡോളറിന്റെ വിനിമയ നിരക്ക് ഉയർന്നതും സ്വർണത്തിന്റെ വിലയെ ബാധിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ വീണ്ടും വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ തട്ടിപ്പ്. മട്ടാഞ്ചേരി സ്വദേശിനിയായ 59-കാരിയാണ് കബളിപ്പിക്കപ്പെട്ടത്. 2,80,00,000 രൂപ ഇവർക്ക് നഷ്ടമായി. കള്ളപ്പണ ഇടപാട് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അറസ്റ്റിലാണെന്നും പറഞ്ഞ് 59-കാരിയെ തട്ടിപ്പ് സംഘം ഭീഷണിപ്പെടുത്തുകയായിരുന്നു. സുപ്രീം കോടതിയുടെയും CBIയുടെയും വ്യാജ എംബ്ലങ്ങൾ അടങ്ങിയ സർട്ടിഫിക്കറ്റുകളും തെളിവായി കാണിച്ചുകൊണ്ടായിരുന്നു തട്ടിപ്പ്. പിഴയൊടുക്കിയാൽ നടപടികൾ അവസാനിപ്പിക്കുമെന്നും തട്ടിപ്പ് സംഘം വീട്ടമ്മയെ വിശ്വസിപ്പിച്ചു. കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായവർ മട്ടാഞ്ചേരി പോലീസിൽ പരാതി നൽകി. പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട സർക്കാർ. ഇനി പ്രത്യേക അന്വേഷണ സംഘം ആവശ്യമില്ല എന്നും ക്രൈംബ്രാഞ്ചിന്റെ അതത് യൂണിറ്റുകൾ അന്വേഷണം നടത്തിയാൽ മതി എന്നുമാണ് സർക്കാർ തീരുമാനം. നേരത്തെ അന്വേഷണ സംഘത്തിന്റെ മേധാവിയായിരുന്ന MJ സോജനെ വിജിലൻസിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അന്വേഷണ സംഘ തലവനായ ക്രൈംബ്രാഞ്ച് SP MJ സോജനെ വിജിലൻസിലേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ പിരിച്ചുവിടുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ അതാത് യൂണിറ്റുകൾ അന്വേഷിച്ചാൽ മതിയെന്ന നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. കേരളത്തിലുടനീളം 500 കോടി രൂപയിലധികം തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. പ്രധാനമായും സ്ത്രീകളാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത്. 1400-ലധികം പരാതികളും ലഭിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകരായ ആനന്ദകുമാർ, അനന്തകൃഷ്ണൻ എന്നിവർക്കെതിരെയും ഇതിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സീഡ് സൊസൈറ്റികൾ കൂടി ഉൾപ്പെട്ട ഏറെ നൂലാമാലകളുള്ള തട്ടിപ്പാണ് പാതിവില തട്ടിപ്പ്. ഒരുപാട് കേസുകൾ സംസ്ഥാനത്തുടനീളം ഉള്ളതുകൊണ്ട് അന്വേഷണത്തിന് ഏകോപനം അനിവാര്യമാണ്. പ്രത്യേക സംഘം ഇല്ലാതായതോടെ അന്വേഷണം കുത്തഴിഞ്ഞ നിലയിലാകുമെന്ന ആക്ഷേപവും ഇതിനോടകം ഉയർന്നുകഴിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ സെമസ്റ്റർ ഫീസ് കുത്തനെ ഉയർത്തി. PhD, PG, ഡിഗ്രി വിദ്യാർത്ഥിനികളുടെ
വിദ്യാർത്ഥികളുടെ ഫീസാണ് വൻതോതിൽ വർദ്ധിപ്പിച്ചത്. കാർഷിക സർവകലാശാലയിലെ ധനപ്രതിസന്ധി മറികടക്കാനാണ് ഫീസ് വർധനയെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. PhD വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് 18,780 എന്നത് 49,990 ആയാണ് ഉയർത്തിയിരിക്കുന്നത്. PG വിദ്യാർത്ഥികളുടേത് 17,845 എന്നത് 49,500 ആയും ഉയർത്തി. ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഫീസ് നിലവിൽ 12,000 രൂപയാണ്. ഇത് 48,000 രൂപ ആയാണ് ഉയർത്താൻ പോകുന്നത്. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് സർവകലാശാല എക്സിക്യൂട്ടീവുമായി ചർച്ച ചെയ്ത് മാത്രമേ ഫീസ് വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നാണ് സർവകലാശാല അധികൃതർ വ്യക്തമാക്കിയിരുന്നത്. ഈ ഉറപ്പ് പാലിക്കാതെയാണ് ഓണാവധിക്ക് തൊട്ടുമുൻപ് ഫീസ് കുത്തനെ ഉയർത്തിയത്. ഇരട്ടിയിലേറെ ഫീസ് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നത് താങ്ങാൻ പറ്റില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. 3-ാം തീയതിയാണ് ഫീസ് വർധന സംബന്ധിച്ച ഉത്തരവ് പുറത്തുവന്നത്. അമൃത ന്യൂസ്, തൃശൂർ. ഓണക്കാലത്ത് പാല്, തൈര്, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയിൽ സർവകാല റെക്കോർഡുമായി മിൽമ. ഉത്രാടം ദിനത്തിൽ മാത്രം 38.03 ലക്ഷം ലിറ്റർ പാലും 3.97 ലക്ഷം കിലോ തൈരുമാണ് മിൽമ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 5% വളർച്ചയാണ് ഇക്കുറിയുണ്ടായത്. തിരുവോണത്തിന് മുൻപുള്ള 6 ദിവസങ്ങളിലായി സർക്കാർ ഉടമസ്ഥതയിലുള്ള സഹകരണ സംഘം വഴി 1,58,58,751 ലിറ്റർ പാലും 14,58,278 ലക്ഷം കിലോ തൈരുമാണ് വിറ്റഴിച്ചത്. മുൻവർഷം 1,16,77,314 ലിറ്റർ പാലും 13,76,860 കിലോ തൈരുമായിരുന്നു വിൽപ്പന. ഉത്രാടം ദിനത്തിൽ 38 ലക്ഷം ലിറ്റർ പാൽ വിറ്റഴിച്ചു. കഴിഞ്ഞ വർഷം ഉത്രാടം ദിനത്തിൽ പാലിന്റെ മൊത്തം വിൽപ്പന 37 ലക്ഷം ലിറ്ററും തൈരിന്റെ വിൽപ്പന 3.91 ലക്ഷം കിലോയുമായിരുന്നു. ശരാശരി 5% വളർച്ചയാണ് ഇക്കുറിയുണ്ടായത്. ഓഗസ്റ്റ് 1 മുതൽ 31 വരെയുള്ള കണക്ക് പ്രകാരം നെയ്യുടെ വിൽപ്പന 863.92 ടൺ രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം 663.74 ടൺ ആയിരുന്നു വിൽപ്പന. ഓണക്കാലത്ത് സപ്ലൈകോയുടെ 6 ലക്ഷം കിറ്റുകളിൽ 50 മില്ലി ലിറ്റർ നെയ്യ് വിതരണം ചെയ്തതായും മിൽമയുടെ റെഡി ടു ഡ്രിങ്ക് അടക്കമുള്ള പായസ കിറ്റുകൾ മികച്ച വിൽപ്പന രേഖപ്പെടുത്തിയതായും മിൽമ ചെയർമാൻ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊട്ടാരക്കര പുത്തൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. കുഴക്കാട് സ്വദേശി ശ്യാം സുന്ദറാണ് കൊല്ലപ്പെട്ടത്. തേവലപ്പുറം കുഴക്കാട് എന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു കൊലപാതകം. പ്രതി ധനേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശ്യാം സുന്ദറിന്റെ വീടിനുള്ളിൽ വെച്ച് ധനേഷ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലം കുളത്തൂപ്പുഴ അരിപ്പയിൽ ജീപ്പ് നിയന്ത്രണം വിട്ട വീട്ടിലേക്ക് ഇടിച്ചു കയറി. ജീപ്പിലുണ്ടായിരുന്ന ചോഴിയക്കോട് സ്വദേശി തൗഫീഖിന് ഗുരുതരമായി പരിക്കേറ്റു. റോഡ് സൈഡിലെ കലിങ്ക് ഉൾപ്പെടെ തകർത്ത വാഹനം വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറും തകർന്നു. പരിക്കേറ്റ തൗഫീഖിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് കൊടുവള്ളി ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 10 വയസ്സുകാരിക്കായുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. രാത്രി 8:30 നിർത്തിവെച്ച തെരച്ചിൽ രാവിലെ 6 മണിയോടെയാണ് തുടങ്ങിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 മാതാവിനൊപ്പം കുളിക്കാനെത്തിയ 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്. 12 വയസ്സുള്ള മകനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. എന്നാൽ മകൾ തൻഹ ഷിറിനെ രക്ഷിക്കാനായില്ല. പൊന്നാനിയിൽ നിന്നുള്ള ഈ കുടുംബം പിതൃസഹോദരന്റെ വിവാഹത്തിനെത്തിയതായിരുന്നു. മുക്കം, വെള്ളിമാട് കുന്ന്, മീഞ്ചന്ത എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ്, സ്കൂബ ടീമും വിവിധ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിനെ ഖുറാൻ ഉയർത്തി വെല്ലുവിളിച്ച KT ജലീൽ MLA. മന്ത്രിയായ സമയത്ത് ബന്ധുനിയമനത്തിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഖുറാൻ പിടിച്ച് സത്യം ചെയ്യുന്നുവെന്ന് KT ജലീൽ മലപ്പുറത്ത് പറയുന്നു. ലോകായുക്ത വിധി സിറിയക്കിനെ സ്വാധീനിച്ച് നേടിയതെന്നും അല്ലെങ്കിൽ ഫിറോസ് ഖുറാൻ തൊട്ട് സത്യം ചെയ്യണമെന്നും ജലീൽ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. ഈ ഖുർആൻ പിടിച്ച് അവര് സത്യം ചെയ്യണം. ഞാൻ ഈ പറഞ്ഞതൊന്നും ശരിയല്ല, തെറ്റാണ്. ജഡ്ജി സിറിയക് ജോസഫിനെ സ്വാധീനിച്ച് നേടിയെടുത്ത വിധിയാണ്. എനിക്കൊരു വക്കീൽ നോട്ടീസ് പോലും അയക്കാതെ, എനിക്കൊരു നോട്ടീസ് അയക്കാതെ, എന്നെ കേൾക്കാതെ ഞാൻ സത്യം ചെയ്യാം. അയ്യപ്പ സംഗമത്തിലൂടെ വർഗീയ ശക്തികൾക്ക് സർക്കാർ ഇടം കൊടുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM BJP കൂട്ടുകെട്ടാണ് ഇതിൽ സംശയിക്കേണ്ടതെന്നും ബദൽ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ആചാര ലംഘനത്തിന് പ്രേരിപ്പിക്കുന്ന അഫിഡവിറ്റ്, ആ അഫിഡവിറ്റ് പിൻവലിക്കുമോ? 1. 2,
ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് നാമജപ ഘോഷയാത്ര നടത്തിയതിനുൾപ്പെടെ കേസെടുത്തു. ആ കേസ് പിൻവലിക്കാമെന്ന് ഉറപ്പുണ്ടായിരുന്നു, പിൻവലിച്ചില്ല. കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ പെൻഷൻ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ അഖിൽ സി വർഗീസിനുണ്ടായിരുന്നത് 6 ബാങ്ക് അക്കൗണ്ടുകളും 4 ക്രെഡിറ്റ് കാർഡുകളുമെന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ. തട്ടിപ്പ് നടത്താൻ വ്യാജരേഖകൾ ഉണ്ടാക്കിയത് പേഴ്സണൽ ലാപ്ടോപ്പിൽ നിന്നാണെന്നും കണ്ടെത്തി. ഈ ലാപ്ടോപ്പ് കണ്ടെത്താൻ വിജിലൻസ് സംഘം ശ്രമങ്ങൾ ആരംഭിച്ചു. അഖിൽ സി വർഗീസിന്റെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു. അറസ്റ്റിലാകുമ്പോൾ അഖിലിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നത് തുച്ഛമായ തുക മാത്രമാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് സ്വർണം വാങ്ങിയതും കാറിനായി ലോൺ എടുത്തത്. അതേസമയം അഖിലിന് കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടോ എന്ന സംശയത്തെ തുടർന്ന് ലീഡ് ബാങ്കിൽ നിന്ന് വിജിലൻസ് സംഘം വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഇരുപത് വർഷമായി സൗജന്യമായി ഓണസദ്യ ഒരുക്കി നൽകുന്ന ഒരു ഹോട്ടലുണ്ട് തൃശൂർ എറവിൽ. ഓണസദ്യ കഴിക്കാനെത്തുന്നവർ നൽകുന്ന സംഭാവന ഉപയോഗിച്ച് നാട്ടിലെ അവശത അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി സഹായിക്കാനായാണ് ശ്രേയസ് എന്ന ഹോട്ടൽ ഉടമ രമേശിന്റെ നേതൃത്വത്തിൽ കാരുണ്യ പ്രവർത്തികൾ നടത്തിവരുന്നത്. ഓണക്കാലത്ത് ഉത്രാട ദിനത്തിൽ ശ്രേയസ് ഹോട്ടലിൽ നിന്ന് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ എത്തുന്നവർ ഒട്ടനവധിയാണ്. എല്ലാവർക്കും ഭക്ഷണം സൗജന്യം. ചോറും 20 തരം കറികളും പ്രഥമനുമെല്ലാം യഥേഷ്ടം. ഹോട്ടലിൻ്റെ ഉടമ രമേശിന് സഹായത്തിനായി അന്നേ ദിവസം വ്യാപാരികളും സുഹൃത്തുക്കളും ജനപ്രതിനിധികളും അടക്കം നിരവധി പേരുണ്ടാകും. സൗജന്യമായി കഴിക്കുന്ന ഭക്ഷണത്തിനൊപ്പം സമൂഹത്തിനു വേണ്ടി നന്മകൾ ചെയ്യാനാണ് ഓരോരുത്തരും രമേശിൻ്റെ ഹോട്ടലിലെത്തുന്നത്. അന്നേ ദിവസം ഹോട്ടലിലെ പണപ്പെട്ടി അടഞ്ഞാണ് കിടക്കുക. പക്ഷേ ഭക്ഷണം കഴിച്ച ശേഷം ആളുകൾ ഒരു ഊണിൻ്റെ കാശിന് പകരം 4-5 ഇരട്ടി വരെ ഈ പെട്ടിയിൽ നിക്ഷേപിക്കും. ഇങ്ങനെ ലഭിക്കുന്ന പണമെല്ലാം അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന ഒരാൾക്ക് ചികിത്സാ സഹായമായി നൽകുകയാണ് പതിവ്. അതിനാൽ ഇവിടുത്തെ ഉത്രാട സദ്യയിൽ പങ്കുകൊള്ളാൻ എത്തുന്നവർ രമേശിന്റെ കാരുണ്യ പ്രവൃത്തിയിൽ കൂടി അവരുടെ വിഹിതമേൽപ്പിക്കാൻ കൂടി എത്തുന്നവരാണ്. 3 വർഷമായി രമേശിന്റെ ഉത്രാട സദ്യയിൽ പങ്കെടുക്കാനും സഹായം നൽകാനുമായി എത്തുന്ന മുൻമന്ത്രി VS സുനിൽകുമാറിനും ഈ ഹോട്ടലിനെ കുറിച്ച് പറയാനുണ്ട്. ഇതൊരു സാമൂഹ്യ പ്രവർത്തന കേന്ദ്രമാണ്. എല്ലാ ഉത്രാട ദിവസവും ഇവിടെ നടത്തുന്ന സദ്യ അത് ലാഭത്തിന് വേണ്ടിയല്ല, അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്പാദ്യമാണത്. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയോട് ചേർന്ന 45 വർഷം മുൻപ് പഴയൊരു കെട്ടിടത്തിലാണ് ശ്രേയസ് ഹോട്ടൽ ആരംഭിക്കുന്നത്. എറവ് പതിയത്ത് വേലായുധന്റെ മകൻ രമേശ് 3 പതിറ്റാണ്ട് മുൻപാണ് ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. 20 വർഷം മുൻപ് നാട്ടിലെ സുഹൃത്തുക്കൾക്കും സാധുജനങ്ങൾക്കും ഓണസദ്യ നൽകിയാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ വർഷത്തെ ഓണസദ്യയിൽ നിന്നും പിരിഞ്ഞു കിട്ടിയ 42,000 രൂപ പ്രദേശവാസിയായ യുവാവിന്റെ ചികിത്സാ സഹായത്തിലേക്ക് രമേശ് കൈമാറി. അമൃത ന്യൂസ്, തൃശൂർ. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫൈനലിൽ 2ാം സെമി ഫൈനൽ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 15 റൺസിന് തോൽപ്പിച്ചു. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ കൊല്ലം സെയിലേഴ്സാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ എതിരാളികൾ. തൃശൂർ ടൈറ്റൻസിനെ 10 വിക്കറ്റിന് തകർത്താണ് കൊല്ലം ഫൈനലിലെത്തിയത്. നൊവാക് ജോക്കോവിച്ചിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ച കാർലോസ് അൽക്കാരസ് US ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ. തുടക്കം മുതൽ മുന്നിട്ട് നിന്ന അൽക്കാരസ് 48 മിനിറ്റിൽ ആദ്യ സെറ്റ് സ്വന്തമാക്കി. ആദ്യ 3 ഗെയിമുകൾ സ്വന്തമാക്കി. 2ാം സെറ്റിൽ മികച്ച തിരിച്ചുവരവാണ് ജോക്കോവിച്ച് നടത്തിയത്. എന്നാൽ ശക്തമായി തിരിച്ചടിച്ച അൽക്കാരസ് തുടർന്നുള്ള 3 ഗെയിമുകൾ സ്വന്തമാക്കി ഒപ്പമെത്തി. ടൈ ബ്രേക്കറിൽ 4-7 എന്ന നിലയിൽ സെറ്റ് അൽക്കാരസ് നേടി. 2-നെതിരെ 6 ഗെയിമുകൾക്ക് സെറ്റ് സ്വന്തമാക്കിയ അൽക്കാരസ് ഫൈനലും ഉറപ്പിച്ചു. ഇന്നത്തെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.